കോലാലംപൂർ സിറ്റിയിൽ നിന്നും ബന്ദരയ്യയിലേക്കുള്ള മെട്രോ ട്രെയിനിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. മെട്രോയിൽ നിന്നും ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് ട്രെയിൻ കയറാനാണ്. നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ബാത്തു കേവ്സ് എന്നാണ്. മലേഷ്യയിലെ ഏറ്റവും പുരാതനമായ ഒരു സ്ഥലമാണ് ബാത്തു കേവ്സ് മലനിരകൾ. 400 മില്യൺ വർഷം പഴക്കമുള്ള മലനിരകളാണ് ബാത്തു കേവ്സ്. മലേഷ്യയിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. എവിടെ നോക്കിയാലും നമുക്ക് പച്ചപ്പുകൾ കാണാം. അല്പസമയത്തെ കാത്തിരിപ്പിനൊടുവിൽ ബാത്തു കേവിലേക്ക് പോകാനുള്ള ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം പോലെയുള്ള മലേഷ്യയിലെ റെയിൽവേ സിസ്റ്റമാണിത്. ഇതിൻ്റെ പേര് ബ്ലൂ ലൈൻ എന്നാണ്. നമ്മൾ മെട്രോയിൽ നിന്നും ഇറങ്ങി ബ്ലൂ ലൈനിലൂടെയാണ് ഇനി ബാത്തു കേവ്സ് മലനിരകളിലേക്ക് പോകുന്നത്. ഇന്ത്യൻ റെയിൽവേ പോലെയുള്ള റെയിൽവേ ലിങ്കുകളാണെങ്കിലും ഇതിലെ വൃത്തിയും വെടിപ്പും വ്യത്യസ്തമാണ്, മനോഹരവുമാണ്. ചില്ലുജാലകങ്ങൾക്കുള്ളിലൂടെ ദൂരെ നമുക്ക് ബാത്തു കേവ്സ് മലനിരകൾ കാണാം. വളരെ മനോഹരമായിരിക്കുന്നു. ബ്ലൂ ലൈൻ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണ് ബാത്തു കേവ്സ്. ഇനി ഇവിടെ നിന്നും ട്രെയിന് തിരികെ പോവുകയാണ് ചെയ്യുക. ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് വാനരന്മാരാണ്. അവർ അവരുടെ വിശപ്പകറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു. ആരൊക്കെയോ ഉപേക്ഷിച്ചു പോയ ഭക്ഷണങ്ങൾ അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ലോകത്ത് വിശപ്പിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ എന്ന് ഈ കാഴ്ച നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ബാത്തു കേവ്സ് മലനിരകൾ. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഹനുമാനിൻ്റെ വലിയൊരു പ്രതിമ നമുക്ക് കാണാൻ കഴിയും. മുന്നോട്ടുള്ള പാതയിൽ ഒരു വാനരൻ നമ്മെ വഴി തടഞ്ഞിരിക്കുന്നു. അവനിവിടെ ചോദിക്കാനും പറയാനുമൊക്കെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് അവനെ ശല്യപ്പെടുത്താൻ ഞാൻ പോയില്ല. അവൻ പോകുന്നതുവരെ അവിടെ കാത്തുനിന്നു. അല്പസമയത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൻ പതിയെ നീങ്ങിത്തുടങ്ങി. ഇതാണ് ഇവിടേക്കുള്ള പ്രധാന കവാടം. ഞാൻ അകത്തേക്കു കയറി. നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ മലമുകളിലും ഇതിൻ്റെ താഴ്വരകളിലുമായി നമുക്ക് കാണാം. സലാംഗോർ സ്റ്റേറ്റിലെ ഗോംബക് ഡിസ്ട്രിക്റ്റിലാണ് ഈ ബാത്തു കേവ്സ് മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാന നഗരമായ കോലാലംപൂരിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം 13 കിലോമീറ്ററാണ്. ഇവിടുത്തെ പ്രധാന കാഴ്ച ഈ പ്രതിമയാണ്. 141 അടി ഉയരമുള്ള ഈ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുകൻ്റെ പ്രതിമയാണ്. ഇന്ത്യയിൽ നിന്നും മലേഷ്യയിലേക്ക് കുടിയേറിയ തമിഴ്നാട്ടുകാരനായ തമ്പുസ്വാമിയാണ് 1891 ഈ പ്രതിമയുടെ പണി കഴിപ്പിച്ചത്. ഇവിടെയുള്ള നിർമ്മിതികളും കാഴ്ചകളും ഒരു വേള തമിഴ്നാട്ടിലെത്തിയോ എന്നുള്ള തോന്നലുകൾ ജനിപ്പിച്ചു. ഞാൻ പതിയെ മലകയറ്റം ആരംഭിച്ചു. ഏകദേശം 200-ന് മുകളിൽ സ്റ്റെപ്പുകൾ ഇവിടെയുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നും നമുക്ക് ബാത്തു കേവ്സ് നഗരം കാണാം. ചെങ്കുത്തായ സ്റ്റെപ്പുകൾ വിചാരിച്ച അത്ര എളുപ്പമല്ലായിരുന്നു. ഈ മലമുകളിൽ 200-ലധികം ജീവജാലകങ്ങളും അത്രത്തോളം വിവിധ ഇനം സസ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ സർക്കാർ സംരക്ഷിച്ചു പോരുന്നു. പ്രകൃതിയിൽ കണ്ണോടിച്ചപ്പോഴാണ് പെട്ടെന്ന് കൺമുന്നിൽ ഇന്ത്യയുടെ മാപ്പ് പോലെ തോന്നിക്കുന്ന പ്രകൃതിയുടെ ഒരു കലാവിരുത് എൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ഇത് ഇന്ത്യയുടെ മാപ്പ് പോലെ തോന്നിയെങ്കിൽ അഭിപ്രായമായി രേഖപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ഗുഹയുടെ മുൻഭാഗം. ഇതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ചുണ്ണാമ്പ് പാറകളാണ് ഈ കാണുന്നതെല്ലാം. ദശലക്ഷം വർഷം പഴക്കമുള്ള ഈ ചുണ്ണാമ്പ് പാറകളിൽ അതിൻ്റെ ഉപരിതലത്തിൽ വീഴുന്ന ജലകണികകളുടെ ഭാഗമായി പല രൂപത്തിലും ആകൃതിയിലേക്കും അതിനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
ഈ ഗുഹക്കുള്ളിൽ പല രൂപത്തിലുള്ള ചുണ്ണാമ്പ് പാറകളും നമുക്ക് കാണാം. ഇതിനകത്ത് അങ്ങിങ്ങായി മനോഹരമായ വ്യത്യസ്ത തരം വലിയ വലിയ ഗുഹകളും നമുക്ക് ദർശിക്കാൻ കഴിയും. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ഗുഹകൾ നമുക്ക് സമ്മാനിക്കുന്നത്. ചുണ്ണാമ്പ് പാറകളിൽ പ്രകൃതി തീർത്ത വ്യത്യസ്തമായ രൂപങ്ങൾ ആരെയും കൗതുകപ്പെടുത്തുന്നതാണ്. ഈ കാണുന്നതെല്ലാം പ്രകൃതി തീർത്ത തൂണുകളാണ്. നല്ല ഈടുറ്റതും ഉറപ്പുറ്റതുമായ തൂണുകൾ. ശക്തമായ ജലകണികകളുടെ പ്രവർത്തനത്താൽ രൂപപ്പെടുന്നതാണ് ഈ തൂണുകൾ. ഇവിടേക്കാവശ്യമായ ജലം സ്വരൂപിക്കുന്നത് ഈ ഗുഹക്കകത്ത് നിന്ന് തന്നെയാണ്. മലേഷ്യയിലെ പ്രസിദ്ധമായ ഗോംബക് റിവറിൻ്റെ ഉത്ഭവസ്ഥാനവും ഈ മലമുകളിൽ നിന്നു തന്നെയാണ്. ഇതാണ് ഗുഹയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഇവിടെ നമുക്കൊരു ഹൈന്ദവ ക്ഷേത്രം കാണാം. ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഈ ഗുഹക്കകത്ത് നിലകൊള്ളുന്നുണ്ട്. മനോഹരമായ കാഴ്ചകളാണ് ബാത്തു കേവ്സ് മലനിരകളിൽ നമുക്ക് കാണാൻ സാധ്യമാവുന്നത്. പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി തുടങ്ങി. 272 സ്റ്റെപ്പുകൾ താഴേക്കിറങ്ങാനുണ്ട്. സ്റ്റെപ്പുകൾ കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ ഒരുപോലെ പ്രയാസകരം നിറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടുത്തെ നിർമ്മിതികൾക്കൊക്കെ ഒരു തമിഴ് ടച്ചുണ്ട്. ഇവിടെ ഭൂരിഭാഗം ജോലി ചെയ്യുന്നവരും ഇവിടുത്തെ കച്ചവടക്കാരുമൊക്കെ തമിഴ് വംശജരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മിനി തമിഴ്നാടാണ്, മലേഷ്യയിലെ തമിഴ്നാട്.